നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹവാല ഇടപാട് മുതൽ അനധികൃത സാമ്പത്തിക ഇടപാടുകളിൽ വരെ പേരുകാരനായവനെ എന്തിന് മധുരയിലേക്ക് ക്ഷണിച്ചു, ആരാണ് ക്ഷണിച്ചത് എന്ന ചോദ്യം ഉയർന്നു. MV ഗോവിന്ദന്റെ അടുത്ത ആളാണ് രാജേഷ് കൃഷ്ണ. അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ വഴിയായിരിക്കും ക്ഷണം കിട്ടിയത് എന്നുള്ള വിവരങ്ങളുമുണ്ട്. എന്നാൽ രാജേഷ് കൃഷ്ണയെ പുറത്താക്കിയതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാൻ MV ഗോവിന്ദന് കഴിഞ്ഞില്ല. പിണറായിക്കും ഗോവിന്ദനും MA ബേബിയുടെ നടപടികളെ എതിർക്കാനായില്ല. സംഭവം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ പാർട്ടിയിലെ ചില നേതാക്കളും കുടുംബാംഗങ്ങളുമായി രാജേഷിന് അടുത്ത ബന്ധമാണുള്ളത്. MV ഗോവിന്ദൻ, ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ളവരുടെ ലണ്ടൻ യാത്രയിലും സഹായിയായത് രാജേഷ് കൃഷ്ണയാണ്. സിനിമാ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് രാജേഷ് കൃഷ്ണ. മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് രാജേഷ് കൃഷ്ണയുടെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്തത്. അതിശക്തമായി തന്നെ വിമർശിക്കുകയും ചെയ്തിരുന്നു. മുഖ്യനും പാർട്ടി സെക്രട്ടറിയും മൗനം പാലിച്ചിടത്ത് കയറി കസറിയത് ബേബി തന്നെയാണ്. CPMന്റെ അടുത്ത ജനറൽ സെക്രട്ടറിയാകാൻ സാധ്യതയുള്ള പേരുകാരൻ കൂടിയാണ് MA ബേബി. ഈ സാഹചര്യത്തിലാണ് വിദേശ പ്രതിനിധിയെ പുറത്താക്കിയത്. രാജേഷിനെതിരെ പാർട്ടി കടുത്ത നടപടിയെടുക്കണമെന്ന് MA ബേബി ആവശ്യപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ. ഇയാൾക്കെതിരെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് നേതാക്കളിൽ ഒരു കൂട്ടർ വാദിക്കുകയും ചെയ്തു. രാജേഷിനെ പ്രതിനിധിയാക്കി ഉൾപ്പെടുത്തിയത് എന്തിനെന്ന ചോദ്യം കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നു. പിന്നാലെ മറ്റൊന്നും ചിന്തിക്കാതെ പുറത്താക്കൽ. എന്നാൽ MA ബേബിക്ക് ഇനി ഇതിന്റെ പേരിൽ ഒരു പണി വരുന്നുണ്ടോ എന്ന് ബേബി പക്ഷം ഭയക്കുന്നുമുണ്ട്. കാരണം പല നേതാക്കളുമായി നല്ല ബന്ധമുള്ള ആളാണ് രാജേഷ് കൃഷ്ണയെന്ന് പറഞ്ഞല്ലോ. ഈ ബന്ധം ഉപയോഗിച്ച് MA ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കാതിരിക്കാനുള്ള കരുനീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് സംശയം. കേരളത്തിലെ ചില നേതാക്കൾ ഇതിന് പിന്തുണയും നൽകുന്നുണ്ട്. ബേബി ജനറൽ സെക്രട്ടറി ആകുമോ എന്നതിൽ ഇതോടെ അനിശ്ചിതത്വം ഉയരുകയാണ്. അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ് രാജേഷ് കൃഷ്ണയുടെ പേരിലുള്ളത്. ഇതിനെ ശക്തമായി തന്നെ പാർട്ടിയിലെ ഒരു കൂട്ടം നേതാക്കൾ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം മധുരയിലെത്തിയ രാജേഷ് കൃഷ്ണയെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി തന്നെ നേരിട്ട് വിളിച്ച് ഒഴിവാക്കിയ വിവരം അറിയിക്കുകയായിരുന്നു. വൈകിട്ട് ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ രാജേഷ് കൃഷ്ണയെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന ചോദ്യം ഉയർന്നു. പിന്നീട് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്നും ഒഴിവാക്കി കേന്ദ്ര കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുകയായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്കും സിനിമയിലേക്കും ഹവാല പണവുമായി കടന്നുവരുന്ന ദല്ലാളന്മാരെ കുറിച്ച് പുഴു എന്ന മമ്മൂട്ടി സിനിമയുടെ സംവിധായിക രത്തീനയുടെ ഭർത്താവും ചെന്നൈ വ്യവസായിയുമായ മുഹമ്മദ് ഹർഷാദിന്റെ വെളിപ്പെടുത്തൽ ഏറെ ചർച്ചയായിരുന്നു. കണ്ണൂർ ന്യൂമാഹി സ്വദേശിയായ ഈ CPM സഹയാത്രികൻ പാർട്ടിയിൽ എങ്ങനെയാണ് UK വിവാദ നായകൻ രാജേഷ് കൃഷ്ണയെ പോലുള്ള ദല്ലാളുകൾ പിടിമുറുക്കിയത് എന്നതിൻ്റെ വിശദീകരണം ഒരു ചാനൽ അഭിമുഖത്തിൽ നൽകിയിരുന്നു. പല CPM നേതാക്കളെയും രാജേഷ് കൃഷ്ണ ട്രാപ്പിലാക്കിയെന്ന് ഹർഷാദ് പറയുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണനുള്ള സമയത്ത് ഒതുങ്ങിയ ഇയാൾ ഇപ്പോൾ MV ഗോവിന്ദന്റെ മകന്റെ ബന്ധം ഉപയോഗിച്ച് പാർട്ടിയിൽ തിരിച്ചു വരികയായിരുന്നു. CPM നേതാവ് തോമസ് ഐസക് രാജേഷ് കൃഷ്ണയുടെ വലംകൈയാണെന്നും ഹർഷാദ് അന്ന് വിവാദം ഉയർത്തിവിട്ടിരുന്നു. PK ബിജുവും MB രാജേഷും ശ്രീരാമകൃഷ്ണനും അടക്കമുള്ള നേതാക്കൾ രാജേഷിന്റെ കൈകളിലാണ്. രാജേഷിനെ കുറിച്ച് MA ബേബി സഖാവുമായി ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് മുൻപ് മുഹമ്മദ് ഹർഷാദ് പറഞ്ഞിരുന്നു. രാജേഷ് കൃഷ്ണയെ കുറിച്ച് മുൻപും പരാതികൾ വന്നിട്ടുണ്ടെന്ന് MA ബേബി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അത്രേ. തുടർന്ന് MA ബേബി സഖാവ് പറഞ്ഞതനുസരിച്ച് രാജേഷ് കൃഷ്ണയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഒരു കൂടിക്കാഴ്ച നടന്നുവെന്നും ഹർഷാദ് ചാനലിന് നൽകിയ വെളിപ്പെടുത്തലിൽ പറഞ്ഞിരുന്നു. CPM നേതാക്കളുടെ ബിനാമിയായി നിന്നുകൊണ്ട് ഹവാല പണമിടപാട് വരെ രാജേഷ് കൃഷ്ണ നടത്തുന്നുണ്ടെന്ന അതിഗുരുതരമായ ആരോപണത്തിന്റെ കെട്ടാണ് ഒരു ചാനലിന് മുൻപിൽ ഹർഷാദ് ഉയർത്തിയത്. ഇതോടെ CPMന് നേരെ വലിയ വിവാദം കത്തിപ്പടർന്നു. രാജേഷ് കൃഷ്ണ നിയമവിരുദ്ധമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന് 100% തെളിവുണ്ടെന്ന് ഹർഷാദ് പറഞ്ഞിരുന്നു. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറും മുൻപ് എവിടെയും കേട്ടിട്ടില്ലാത്ത ഇവൻ, ഒരു ജോലിയും ഇല്ലാത്ത ഇയാൾക്ക് ഇത്രയും സ്ഥലത്ത് നിക്ഷേപവും ആർഭാട ജീവിതവും നയിക്കാനുള്ള പണം എവിടെ നിന്നു വരുന്നു?
12,000 13,000 രൂപ മിനിമം ദിവസ വാടകയുള്ള സ്റ്റാർ ഹോട്ടലുകളിലാണ് രാജേഷ് ആഴ്ചകളോളം താമസിക്കാറുള്ളത്. ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നു? സെറ്റിൽമെന്റിലൂടെയും ഇവന് പണം കിട്ടുന്നുണ്ട്. പല ഡീലുകളിലൂടെയും കിട്ടുന്ന കാശ് UK-യിൽ എത്തിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് റിവേഴ്സ് അടിക്കുകയാണ്. ഹവാലയാണ് മെയിൻ പണി. CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് ചുക്കാൻ പിടിക്കുന്നതും ഇവൻ തന്നെയാണ്. രാജേഷ് കൃഷ്ണ കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസിന്റെ പന്തലിൽ വെച്ച് എന്നോട് പറഞ്ഞ കാര്യം, നീ പാർട്ടിയിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല. അവരൊക്കെ ആരാണ്, എന്താണ്, എങ്ങനത്തെ ആളുകളാണ് എന്നതിൻ്റെ എല്ലാ സംഗതിയും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ഹർഷാദ് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് കംപ്ലൈന്റ് കൊടുത്തിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെയായിരുന്നു രാജേഷ് കൃഷ്ണ തന്നോട് പറഞ്ഞതെന്നും ഹർഷാദ് പറഞ്ഞിരുന്നു. രാജേഷ് കൃഷ്ണയുടെ കാര്യത്തിൽ കോടിയേരിക്ക് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എനിക്ക് പാർട്ടിയുമായി നല്ല ബന്ധമല്ല. നാട്ടിലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, നാട്ടിൽ നീ എത്തുമ്പോൾ ആക്രമിക്കാനും ഭീഷണിപ്പെടുത്താനും നീക്കമുണ്ടെന്ന്. ശശിയുടെയൊക്കെ ആൾക്കാരെ വെച്ചാണ് നീക്കം. ഞാൻ നാട്ടിൽ പാർട്ടിക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു. 90കളിൽ DYFIയുടെ മേഖലാ ജോയിന്റ് സെക്രട്ടറി വരെ ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ നാട്ടുകാർ ആരും അത്തരം പണിക്ക് പോയിട്ടില്ല. അവനെ ഞങ്ങൾക്ക് നന്നായി അറിയാം എന്നായിരുന്നു പറഞ്ഞവരോടുള്ള നാട്ടുകാരുടെ മറുപടി. അതും രാജേഷ് കൃഷ്ണയുടെ കളിയായിരുന്നു. പക്ഷേ അത് ഏശില്ല. എന്നെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയാമെന്നാണ് രാജേഷ് കൃഷ്ണയും കൂട്ടരും കരുതുന്നത്. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. രാജേഷ് കൃഷ്ണയും CPMലെ ഉന്നതരുമായി നടക്കുന്ന ബന്ധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഞാൻ വലിച്ചു പുറത്തിടുമെന്നും ഹർഷാദ് പറഞ്ഞിരുന്നു. എനിക്കെതിരെ ശശിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ടുണ്ട്. ശശി അഡ്വക്കേറ്റ് ആണല്ലോ. അദ്ദേഹത്തിന് തലശ്ശേരിയിൽ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിലൂടെയാണ് കേസ് കൊടുത്തത്. ഞാൻ എൻ്റെ വക്കീലിനെ വെച്ച് കാശ് തന്നതിൻ്റെ എവിഡൻസ് ചോദിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ കേസ് ഹിയറിംഗ് വിളിച്ചിട്ടില്ല. എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് എൻ്റെ ഫാമിലി മാത്രമല്ല, വേറെ 2 ഫാമിലി കൂടി രാജേഷ് കൃഷ്ണ കാരണം പ്രശ്നത്തിലായിട്ടുണ്ട് എന്നാണ്. അതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായി ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ ശേഖരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2-3 മാസത്തിനുള്ളിൽ പുസ്തകത്തിൻ്റെ പണി പൂർത്തിയാകുമെന്നും ഹർഷാദ് പറഞ്ഞിരുന്നു. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഹർഷാദ് രാജേഷ് കൃഷ്ണയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പങ്കുവച്ചത്. ഹർഷാദ് പറഞ്ഞതിലേറെയും രാജേഷ് കൃഷ്ണയ്ക്ക് MV ഗോവിന്ദൻ്റെ കുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. അതായത് MV ഗോവിന്ദൻ്റെ മക്കൾക്ക് രാജേഷ് കൃഷ്ണ നല്ല സുഹൃത്താണെന്നും അവരുമായി പല ഇടപാടുകളും ഒക്കെ നടത്തിയിട്ടുണ്ടെന്നുമാണ് ഹർഷാദ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതേ രാജേഷ് കൃഷ്ണയാണ് പാർട്ടി പരിപാടിക്ക് വരെ എത്തിയത്. ഇയാൾ എങ്ങനെ എത്തി എന്നുള്ളത് വലിയ ചോദ്യം തന്നെയായിരുന്നു. ശക്തമായി ഇതിൽ ഇടപെട്ടതും ഇയാളെ പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്നും തിരിച്ചയക്കണമെന്നും MA ബേബി വാദിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്.